വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു ഡിസിഷൻ ഫ്രെയിംവർക്കാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാരിറ്റി മാസ്റ്റർ ക്ലാസ്സിൽ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഫൗണ്ടേഷൻ റീസെറ്റ്, 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ 3ാമത്തെ സ്ട്രാറ്റജിക് ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡയറക്ഷൻ ആൻഡ് ഡിസിഷനിലുള്ള ക്ലാസ്സാണ് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ 3 കാര്യങ്ങൾ, ഫൗണ്ടേഷൻ റിസെറ്റിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബിഗിനേഴ്സും പ്രൊഫഷണൽസും തിങ്ക് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ മോഡ്യൂൾസിൻ്റെ റിയാലിറ്റി, അതുപോലെ തന്നെ മൈക്രോ ഡിസിഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെഷൻ ഫൗണ്ടേഷൻ റിസെറ്റിൽ നമ്മൾ നോക്കിയത്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവാം. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് യു വിൽ ഡിസൈഡ് വൈ യു ആർ ലേണിംഗ്. നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്നുള്ള ഒരു കൃത്യമായ ഉദ്ദേശം തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI ഇൻ്റഗ്രേഷൻ. നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ മോഡേൺ മാർക്കറ്റേഴ്സ്. പുതിയ ആളുകൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ AI സ്കിൽ മാപ്പിംഗ് അക്രോസ് മോഡ്യൂൾസ്. ഓരോ മോഡ്യൂളുകളിലും AI എങ്ങനെയൊക്കെയാണ് യൂസേജ് ആവുന്നത്, ഇതിനെപ്പറ്റി നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് സ്കിൽ ഗ്യാപ്പ്. ഇൻഡസ്ട്രി ഇപ്പോൾ എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇപ്പം മാർക്കറ്റിലുള്ള സ്കിൽസിലുള്ള ഗ്യാപ്പ് എന്തൊക്കെയാണ്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് AI ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ തന്നെ നമ്മളുടെ ഉദ്ദേശം എന്തായിരുന്നു? അണ്ടർസ്റ്റാൻഡ് വൈ AI പവേർഡ് ലേണിംഗ് ഈസ് നോൺ നെഗോഷ്യബിൾ. അവിടെ നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നതാണ് AI പവേർഡ് ലേണിംഗ് നമുക്ക് ഒരു കാരണവശാലും മാറ്റി വെക്കാനായിട്ട് പറ്റുന്നതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷനിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കരിയർ ആൻഡ് എക്സാക്ട് റോഡ് മാപ്പ്. കരിയർ ആൻഡ് എക്സാക്ട് റോഡ് മാപ്പിൽ 4 ടൈപ്പ് പാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജോബ്, അതുപോലെ തന്നെ ഫ്രീലാൻസർ, അതല്ലെങ്കിൽ ഏജൻസി ഓണർ, അതുപോലെ എന്നുണ്ടെങ്കിൽ ബിസിനസ് ഓണർ. ഇതുപോലെയുള്ള 4 കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒരു കരിയർ റോഡ് മാപ്പ് എങ്ങനെയാണ്, അവരൊരു ബിസിനസ് റോഡ് മാപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ ഫ്രെയിംവർക്കാണ്. നമ്മളിനി ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് പലവർക്കുമുള്ള ചോദ്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തന്നെ കണ്ടക്ട് ചെയ്യുന്നത്, AI പവേർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാരിറ്റി മാസ്റ്റർ ക്ലാസ് എന്നുള്ളത്. ഹൂ ഷുഡ് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നൗ? ആരൊക്കെയാണ് ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേണ്ടത്? നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ സ്റ്റെബിലിറ്റി എത്രത്തോളം നാളുണ്ടാകും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്ര നാളുണ്ടാകും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അതിൻ്റെ സ്റ്റെബിലിറ്റി. അതിന് നിങ്ങൾക്ക് സാലറി ഹൈക്ക് ഉണ്ടാകുമോ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് സാലറി ഹൈക്ക് ഉണ്ടാകുമോ? ഇത് ട്രെൻഡ് ഔട്ട് ആകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിനൊക്കെ സ്റ്റെബിലിറ്റി ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ മറ്റൊരു സ്കില്ല് പഠിച്ചെടുക്കണം. അതിനെപ്പറ്റി ഏറ്റവും നല്ല സ്കില്ലെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പല ഏജൻസികളെയും ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചോളൂ. ബട്ട് ബിഫോർ ദാറ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ്? പിന്നീട് വരുന്ന അപ്ഡേറ്റുകളൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കത്തില്ല. നല്ലൊരു ഏജൻസിയെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഹയർ ചെയ്യാൻ പറ്റും, നല്ല സ്റ്റാഫിനെ നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഓൺലൈൻ ഇൻകവും അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് പറ്റും. ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ റവന്യൂ സിസ്റ്റത്തിലും. അങ്ങനെ വെച്ച് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് എല്ലാ ആളുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാമെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതാണ് ഹൂ ഷുഡ് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നൗവിനകത്ത് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശവും അവരുടെ ആവശ്യവും കൃത്യമായി മനസ്സിലാക്കി വേണം പഠിക്കാൻ. ജോലിക്ക് പോകേണ്ടവർ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ബിസിനസ്സുകാരെങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഫ്രീലാൻസർ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കഴിവുകൾ ഉണ്ടാക്കണം, ഏജൻസി ഓണർ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കഴിവുകൾ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കാര്യം. എന്തായാലും പഠിക്കുക എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇനി ഹൗ ടു ചൂസ് ദ റൈറ്റ് ലേണിംഗ് സ്ട്രക്ചർ. ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം ഇരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ. നമ്മളിപ്പോഴും ഓൾഡ് ക്ലാസ് റൂം സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മളൊരു ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചാലാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു വിശ്വാസത്തിൽ. ഡെഫിനറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ മാർക്കറ്റിങ്ങിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. ഈവൻ ഇഫ് ഞാനാണെങ്കിൽ പോലും മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല. ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? ക്ലാസ് റൂമിൽ പോയിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ സ്പോട്ട് ടു സ്പോട്ട് ഒരാളോട് ഡൗട്ട് ചോദിക്കാമെന്നുള്ളതാണ്. അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ പണ്ട് കാലം മുതൽ പഠിച്ചു വന്നൊരു കാര്യം അങ്ങനെ തന്നെയാണ്.
പക്ഷേ ഈ ഒരു സെക്ടറിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരു ഫേസ്ബുക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചുവിട്ട് അതിനുശേഷം നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരോട് ചോദിക്കും? ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും? ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാനും അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനും നിങ്ങൾ വീണ്ടും ഒരു ക്ലാസ് റൂമിലേക്ക് പഠിക്കാൻ പോകുമോ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പണ്ട് സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന കാര്യങ്ങൾ പഠിച്ചു, അതിനുശേഷം നമ്മളൊരു എക്സാമിന് കാര്യങ്ങൾ എഴുതി, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ജോലി സ്ഥലത്ത് പോകുന്നു. ആ ജോലി സ്ഥലത്ത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്, നമ്മൾ ആ ജോലി ചെയ്യുന്നു. പഠിച്ച കാര്യങ്ങളിൽ പലതും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരാറില്ല. ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അങ്ങനെയല്ല. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ കൂടുതൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ആരോട് ചോദിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് മൈൻഡിൽ വെക്കുക. നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിച്ചോളൂ, അതിന് ഒരു കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോകുമ്പോൾ അതിനുള്ള സമയം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ നിങ്ങൾ ടൈം ട്രേഡ് ചെയ്ത് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണോ? ഒരുപാട് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണോ? അതുകൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒരു റൈറ്റ് ലേണിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും അതിനും പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് റെഫറൻസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ടാവണം. നിങ്ങൾക്ക് വീക്ക്ലി ഒക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്വിസ് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞ അക്കാഡമി ലോഞ്ച് ചെയ്തത്. ഇവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ് സിസ്റ്റമാണ്, പ്ലസ് മറ്റൊരു 7 ലെവൽ കോച്ചിങ് സിസ്റ്റമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. ബട്ട് എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ക്ലാസ് റൂം ട്രെയിനിങ്ങിൽ പഠിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ലൈഫ് ലോങ് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ക്ലാസ് റെഫറൻസും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കോച്ചിങ് സിസ്റ്റമാണ് നമ്മളുടെ അടുത്തുള്ളത്. അങ്ങനെ ഒരു കോച്ചിങ് സിസ്റ്റം നിങ്ങൾക്ക് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും യു ക്യാൻ അക്വയർ ദാറ്റ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡിലേ ഓർ ചൂസ് റോങ്ലി? അതായത് നിങ്ങൾ ഇനിയും സമയം വൈകിപ്പിക്കുകയാണെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡസ്ട്രി ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും ഫാസ്റ്റായിട്ടാണ് മൂവ് ആവുന്നത്. 2022-ലും 2023-ലും 2024-ലും 2025-ലുമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോവിഡിന് ശേഷമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ ചേഞ്ചസും ഗ്രോത്തും നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജനറലി മനസ്സിലാവും. ഇതൊന്നും പഠിക്കുകയേ വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലുള്ള മാറ്റങ്ങൾ, കോണ്ടൻറ് ക്രിയേഷൻസ്, റവന്യൂ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബിസിനസ്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം അടിമുടി മാറിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇനിയും ഡിലേ ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. നിങ്ങൾ ഇനിയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എങ്കിൽ, ഈ ക്ലാസ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ സത്യാവസ്ഥകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പഠിക്കാതെ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ബട്ട് നിങ്ങളിത് പഠിക്കാതെ പോകരുത്. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ എന്ന് പറയുന്ന കാര്യം കരിയർ മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള കാലത്ത് നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് സിസ്റ്റം, ഈ പ്ലാറ്റ്ഫോം സിസ്റ്റമൊക്കെ ആവശ്യമായി വരും. പല രീതിയിലാണ് ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. ജോലിക്ക് മാത്രമല്ല ഇതിപ്പോൾ യൂസ്ഫുൾ ആവുന്നത്. എല്ലാവരും കച്ചവടം ചെയ്തുമൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത്. എല്ലാവരും ഒരു ബിസിനസ്സിലും അവിടുത്തെ എംപ്ലോയീസ് ആയിട്ടും തന്നെയാണ് ജീവിക്കുന്നത്. വലുതെന്നില്ല ചെറുതെന്നില്ല. ഈ ബിസിനസ്സുകൾക്കെല്ലാം മാർക്കറ്റിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ബിസിനസ്സുകൾക്കെല്ലാം മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലായിടത്തും ആവശ്യമായി വരും. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കരിയറിൽ ഇത് ഏറ്റവും വലിയൊരു സ്കില്ലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തെ ഒരു ഡിസിഷൻ ഫ്രെയിംവർക്കിൽ ഞാൻ പറയുന്നത്, എത്രയും വേഗം നിങ്ങൾ സമയം കളയാതെ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് എന്താണോ ആ രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക. ഇനി നമ്മളുടെ കോച്ചിങ് സിസ്റ്റത്തിലും നമ്മുടെ എക്കോ സിസ്റ്റത്തിലും സ്വിസ് മാർക്കറ്റേഴ്സിൻ്റെ എക്കോ സിസ്റ്റത്തിലും എന്താണ് നടക്കാൻ പോകുന്നതെന്നും അവിടെ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.